ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ എത്ര പേർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഈ 2-3 ദിവസമായിട്ട് മാർക്കറ്റിനെ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായൊരു എൻട്രി പോയിൻ്റ് കിട്ടുന്നില്ല, ഇല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? 2 ദിവസം ട്രേഡ് എടുക്കാതിരിക്കുമ്പം അയ്യോ ട്രേഡ് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും കൊണ്ട് തലവെക്കും, അവസാനം നഷ്ടത്തിൽ കലാശിക്കും. അങ്ങനെയാണ് ഇപ്പം 2-3 ദിവസമായിട്ട് പലർക്കും കണ്ടുവരുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നമുക്ക് ഈ ട്രേഡിംഗ് ലൈഫിൽ ഒരു പാഠമാണ്, മനസ്സിലായില്ലേ? കൃത്യമായ എൻട്രി പോയിൻറ്റുകൾ വരാതെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടു, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ സമയം മാത്രം എൻട്രി പോയിൻ്റ് കിട്ടിയാൽ മാത്രം എൻട്രി എടുക്കുന്നൊരു സ്വഭാവം നിങ്ങളിൽ വളർത്തിയെടുക്കുക. അല്ലാതെ എൻട്രിക്ക് വേണ്ടി എൻട്രി കണ്ടെത്തല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അടിവരയിട്ട് ഒന്നുകൂടെ പറയുകയാണ്, ഒരു എൻട്രിക്ക് വേണ്ടി നിങ്ങൾ എൻട്രി കണ്ടെത്താൻ ശ്രമിക്കരുത്. ഓക്കെ, ആസ് യൂഷ്വലി നിങ്ങൾ പഠിച്ച പ്രകാരം ഒരു എൻട്രി വരുമ്പോൾ ആ എൻട്രി എടുക്കുക എന്നുള്ളതല്ലാതെ എൻട്രി എടുക്കാൻ വേണ്ടി ഒരു പരിധി നടന്ന് ഒപ്പിച്ച് ഒരു എൻട്രി എടുക്കുന്ന പരിപാടി നിർത്തുക. അങ്ങനെ എടുത്താൽ നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ എന്ന് നിങ്ങൾക്കിപ്പം ഏറെക്കുറെ കഴിഞ്ഞ് 3-4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ഞാനവിടെ നിർത്തുന്നു. ഓക്കെ, അപ്പം നാളെ കൂടെ ഉള്ളൂ നമ്മളുടെ ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞു നാളെ കൂടെ ഉള്ളൂ നമ്മുടെ ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ചെറിയ സബ്സ്ക്രിപ്ഷൻ വെക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനകത്തിലോട്ട് കയറാൻ വേണ്ടി ഒരു ടെമ്പററി ആയിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു. അപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇല്ലാത്ത പലരും നമ്മുടെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പലരും ചോദിച്ചു, ഈ നടി കമൻറ്റിലൊക്കെ ധാരാളം പേര് ചോദിച്ചു, സാർ കയറാൻ പറ്റുന്നൊരു ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അതിനുവേണ്ടി ഒരു ലിങ്ക് ഉണ്ടാക്കി, പക്ഷേ കുറേ മഹാന്മാരത് റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചു. പിന്നെ ഞാനത് വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയച്ച് പിന്നെ റീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ആ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ആ സാധനം ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതുവഴി കയറി നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്തിൽ കയറാവുന്നതാണ്. ഈ പുതിയ ഗ്രൂപ്പല്ല, ആ ഗ്രൂപ്പിനകത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മൾ പറയും എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാടി കയറില്ല, ദൈവത്തെ ഓർത്ത്. ഗ്രൂപ്പിലുള്ളവരാരും കയറണ്ട. ഗ്രൂപ്പിലില്ലാത്തവർ, ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇതിനായിട്ട് കയറാൻ പറ്റാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മാത്രം ആ ഗ്രൂപ്പിനകത്തിൽ ജസ്റ്റ് ലിങ്ക് ചെയ്ത് ടെമ്പററി ഗ്രൂപ്പ് 2-3 ദിവസത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ, കാര്യം പറയാൻ വേണ്ടി മാത്രമുള്ളൊരു ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു, ഇല്ലേ? ഏകദേശം എനിക്ക് 80-70 പോയിൻ്റ് അടുത്ത് ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പോകാനൊന്ന് ശ്രമിച്ചു. അപ്പോൾ ഞാൻ രാവിലെ വോയിസ് ക്ലിയർ ആയിട്ടിട്ടായിരുന്നു, നമ്മൾക്ക് സി എന്ന് പറയുന്നത്, അതായത് മുകളിലോട്ട് മാർക്കറ്റ് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2600 കടക്കാതെ നമുക്ക് മുകളിലോട്ടൊരു നോട്ടമേ ഇല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ 25,981 താഴെ 25,981 താഴോട്ട് മാർക്കറ്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മാർക്കറ്റ് താഴോട്ട് തന്നെ പോരും എന്നും ഞാൻ രാവിലെ വളരെ അസന്നിഗ്ധമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വോയിസ് ഇട്ടായിരുന്നു, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഒന്ന് ആടിക്കളിച്ചതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് ഇറങ്ങി വന്നു. നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് ഡീസൻ്റായിട്ട് താഴോട്ട് ഇറങ്ങി വന്നു. പക്ഷേ എത്ര പേർക്ക് ഇതിനകത്ത് എൻട്രി, കുറച്ച് പേരൊക്കെ നല്ല രീതിയിലുണ്ട്. സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു, വളരെ വോളറ്റൈലായിരുന്നു മാർക്കറ്റ്, കണ്ടില്ലേ? മാർക്കറ്റ് താഴോട്ടിറങ്ങുന്നു, മുകളിലോട്ട് കയറുന്നു, വീണ്ടും ഇറങ്ങുന്നു, വീണ്ടും മുകളിലോട്ട് കയറുന്നു, വീണ്ടും താഴോട്ടിറങ്ങുന്നു. നമുക്ക് ഒരു ആശകൾ തന്ന് ആശ തന്ന് പോകുന്നൊരു ഒരു മാർക്കറ്റായിരുന്നു ഇന്നത്തെ ദിവസം, ഇല്ലേ? അപ്പം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ കുറേ ന്യൂസുകളുണ്ട്. ആ ന്യൂസിൻ്റെ പുറത്താണ് മാർക്കറ്റ് ഇന്ന് പോയത്. പ്രത്യേകിച്ച് ഇന്ന് സെൻസെക്സ് എക്സ്പയറിയും കൂടെ ആയിരുന്നു. അപ്പം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? US-ഉം ചൈനയുമായിട്ട് ഉള്ള ഡീല് അവർ ഏകദേശം ധാരണയായി, ഇല്ലേ? അതാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് അതൊരു നെഗറ്റീവാണ്. അവർ തമ്മിലൊരു ധാരണ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയും വേണം ഞങ്ങളുടെ പുറകെ വാടാ എന്നൊരു ധാരണയായിരിക്കണം US-ന്. അങ്ങനെ ഒരു മനോഭാവം ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് വലിയൊരു പാർട്ട്ണറെ കിട്ടി, ഇല്ലേ? പക്ഷേ ചൈനയെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അവർക്കും അറിയാം. എങ്കിൽ തന്നെ ഇന്ത്യയോട് കുറച്ചുകൂടി ബലം പിടിക്കാൻ വേണ്ടി അവർക്ക് ഒരു വഴി ചൈനയുമായിട്ടുള്ള ഈ ഡീലിനകത്തിൽ തുറന്നു കിട്ടി. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, അവരുടെ അഡീഷണൽ താരിഫൊക്കെ കട്ട് ചെയ്തു. ഇപ്പം നിലവിൽ അവർക്ക് 46% മാത്രമേ ഉള്ളൂ, 47% മാത്രമേ ടാക്സ് അവർക്കുള്ളൂ. നമ്മൾക്ക് 50% ഉണ്ട്, മനസ്സിലായോ? അപ്പം അത് ഒരു സത്യം പറഞ്ഞ ഒരു നെഗറ്റീവ് പോയിൻ്റാണ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഏകദേശം എല്ലാം ധാരണയിലായിട്ടിരിക്കുകയാണ്.
നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, നമ്മളെപ്പോഴും ഒരു ഡീലിന് പോകുമ്പം നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അതേസമയം ചൈനയ്ക്ക് പ്രശ്നമില്ല, അത് ഏകാധിപത്യ രാജ്യമാണ്. ഒരുത്തൻ പറയുന്നു, ബാക്കിയുള്ളവർ കേൾക്കുന്നു, അവിടെ എന്തും നടക്കും. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ നടക്കത്തില്ല. അതിൻ്റെ തിക്തഫലങ്ങൾ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കണ്ടും വളരെ തന്മയത്തോട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ വളരെ തീരുമാനം എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഈ ബീഹാർ എലക്ഷൻ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. തത്വത്തിൽ നമ്മുടെ താരിഫിനൊക്കെ ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ട്. പക്ഷേ അത് പ്രഖ്യാപിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ കഴിയാൻ എപ്പോഴും എന്നും പറയുന്ന പോലെ ഇലക്ഷൻ കഴിയാതെ അവർക്ക് പിന്നെ അത് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഏത് രീതിയിലാണ് അവരെ ബാധിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇത്രയും ഡീൽ ഉറപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ ഒരു ഇൻട്രീം താരിഫോ അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി ആയിട്ട് എന്തെങ്കിലും ഒരു ഡീല് ഉറപ്പിക്കാനോ വല്ലതും പറ്റുമോ എന്ന് ഇനിയിപ്പം മോദി ശ്രമിക്കും. കാരണം ചൈനയ്ക്ക് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളോട് ഇനിയും കൂടുതലൊരു മസിൽ പിടിക്കത്തേ ഉള്ളൂ. അപ്പം ഏകദേശം ധാരണയായ വിഷയങ്ങളിൽ തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾ ധാരണയായി, അതുകൊണ്ട് ഇന്ത്യയുടെ താരിഫ് കുറയ്ക്കുന്നു അല്ലെങ്കിൽ ചെറിയൊരു വേവർ കിട്ടുന്നു എന്ന് വല്ല ഡയലോഗ് വല്ലതും പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ മാറാം. ഓക്കെ, അപ്പം ഇനി എന്താണ് ട്രംപിൻ്റെ ഇനി ഇത് വെച്ചിട്ട് ട്രംപിന് എന്ത് കളി കളിക്കുന്നു എന്നുള്ളത് കാർഡിൻ്റെ ആളാണ് പുള്ളിന് ഏത് കാർഡാണ് ഇറക്കുന്നത് എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ചൈനയായിട്ട് ഡീൽ ഉറപ്പിച്ചു. അപ്പോൾ എന്താ ഡീല്? അപ്പം ഇതിലായിട്ട് നമ്മൾ ഇവർ ധാരാളം സോയാബീൻ ഇറക്കുന്ന രാജ്യമാണ് ചൈന. അപ്പം അമേരിക്കയിൽ നിന്ന് സോയാബീൻ ഇറക്കാമെന്ന് അവർ സമ്മതിച്ചു. അപ്പോൾ ലാർജ് കൺസ്യൂമറാണ് ചൈന സോയാബീൻ്റെ. ഒക്കെ അവരെ നിർത്തിച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് സമ്മതിച്ചു. അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ടും റെയർ എർത്ത് എലമെൻറ്റ് അവർ എക്സ്പോർട്ട് ചെയ്യാം, അതിന് തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞ്. അതായത് ഇത് രണ്ടുമായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അത് രണ്ടിനതിലും ഒരു സമവായം ഉണ്ടായി. ആ കാര്യത്തിൽ തീരുമാനമുണ്ടായി. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇന്നിപ്പം ഈ മാർക്കറ്റ് അവറിന് ശേഷം വന്നൊരു പുതിയ ഒരു ഡെവലപ്മെൻറ്റാണ്. റിലയൻസും ഗൂഗിളും തമ്മിൽ ചേർന്നൊരു AI വിപ്ലവം ഉണ്ടാക്കാനുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലയൻസും ഗൂഗിളും കൂടെ ചേർന്നിട്ട് അവരുടെ ഗൂഗിൾ ജെമിനി അവരുടെ ജിയോയ്ക്കകത്തിൽ ഇൻഫ്യൂസ് ചെയ്തിട്ട് കുറേ AI വിപ്ലവം ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പം അത് എങ്ങനെയാണ് മാർക്കറ്റ് എടുക്കുന്നുള്ളത്, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ, എന്താണ് ഇതിന് അനന്തരഫലം എന്നുള്ളത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ, നാളെ റിലയൻസിൻ്റെ ഗതി അറിയുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് അറിയത്തുള്ളൂ മാർക്കറ്റ് അതിനെ എങ്ങനെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എടുക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു സംഭവം ഗൂഗിളുമായിട്ട് ചേർന്ന് പിന്നെ റിലയൻസ് നടത്താൻ ഉദ്ദേശിക്കുന്നു. അത് ചെറുപ്പക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ AI വിപ്ലവം ഇൻഫ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ജിയോയ്ക്കകത്തിൽ. അപ്പം അതെന്താ, ഇനിയും അതിൻ്റെ അനന്തരഫലം എന്താണ്, എങ്ങനെയാണ് മാർക്കറ്റ് എടുക്കുന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇനിയിപ്പം അതുപോലെ ന്യൂസുകളൊക്കെ ധാരാളം ഉണ്ട്. തൽക്കാലം ഇപ്പം ന്യൂസ് പറയാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കിനി നാളെ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഒരു ട്രെൻഡ് ലൈൻ സെറ്റപ്പ് ഇവിടെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ഒരു ട്രെൻഡ് ലൈൻ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നോക്കാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കേ, അത് ഇതുമായിട്ട് സെറ്റായി വരുന്നുണ്ട് അല്ലേ, ഏകദേശം. അപ്പോൾ ഇങ്ങനൊരു സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനം നാളെ ഇതിന് മുകളിലാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് കിട്ടുന്നെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ആണ് എങ്കിൽ, ഓക്കെ, ഇന്ന് നമ്മൾ വലിയ പ്രതീക്ഷയോടെ ഓൾ ടൈം ഹൈ ഒക്കെ എത്തുമെന്നൊക്കെ വളരെ പ്രമുഖരായ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഈ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ചിറകൊടിഞ്ഞ കിനാവുകളായിരുന്നു, നേരെ പൊട്ടി താഴോട്ട് പോയിരുന്നു. ഓക്കെ, ഇനിയിപ്പം നാളെ നമുക്ക് ഇതിന് മുകളിൽ, ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ നിലനിൽക്കുകയും 25,931 മുകളിൽ നിലനിന്നാൽ മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇല്ല, ഈ 25,931 സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 25,874 ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയോ അല്ലെ 25,874 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് പിന്നെ നമുക്കിവിടെ ട്രെൻഡ് ലൈൻ കിടപ്പുണ്ട്. നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആയുധം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ള നാളെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുക. മാർക്കറ്റിലെ ന്യൂസുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. പക്ഷേ ഇത്രയൊക്കെ വീണിട്ടും നമ്മുടെ മിഡ് ക്യാപ്പ് വീണില്ല. മിഡ് ക്യാപ്പ് വീഴാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം.
ഓക്കെ, അപ്പോൾ ഇതാണ് നാളത്തേക്ക് നമുക്കുള്ള ലെവലുകൾ. ഇതിന് മുകളിൽ ഈ ട്രെൻഡ് ലൈനിന് മുകളിലോ അല്ലെങ്കിൽ 25,824 മുകളിലോ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25,931 വരെ പോകും. 25,931 മുകളിൽ മാത്രമേ നമുക്ക് മുകളിലോട്ടൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല ഇതിൻ്റെ താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ സൈഡിലോട്ട് ഇറക്കി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത ബാങ്ക് നിഫ്റ്റിയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് വളരെ ശോകമായിരുന്നു. വളരെ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞു. ഓക്കെ, മാർക്കറ്റ് നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കുണ്ട്. 58,576 ടെസ്റ്റ് ചെയ്തില്ല, 58,236 ടെസ്റ്റ് ചെയ്ത് വീണ്ടും നേരെ താഴെ ഇറങ്ങി വന്നു. ഇനി അടുത്ത ടെസ്റ്റ് ചെയ്യാനുള്ളത് 57,639 ഇവിടെ എത്തുമോ നോക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ നാളെ 58,236 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അത് ഗ്യാപ്പ് അപ്പോടുകൂടി ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് സപ്പോർട്ട് തിരിച്ച് പോകുമോ, അല്ലെങ്കിൽ ഇത് വീണ്ടും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് വരുമോ, അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് പോകുമോ, എങ്ങനെയാണെങ്കിലും ഈ 58,236 നമ്മുടെ ക്രൂഷ്യൽ ലൈനായിരിക്കും. ഓക്കെ, ഈ ലൈൻ തീരുമാനിക്കും ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകണം എന്നുള്ള ഒറ്റ ലൈൻ ഈ ലൈനായിരിക്കും. ഓക്കെ, അപ്പം അത് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ ബാങ്ക് HDFC നോക്കി വെക്കുക. HDFCയും ICICI ആയിരിക്കും പ്രധാനപ്പെട്ട കീ പോയിന്റുകൾ. അവർ രണ്ടുപേരും എന്താണോ തീരുമാനിക്കുന്നത് ആ വഴിക്ക് മാർക്കറ്റ് പോകും. ഓക്കെ, HDFC ഇന്നും നെഗറ്റീവായിരുന്നു, ICICI ബാങ്ക് ഇന്ന് നെഗറ്റീവായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും ബാങ്കുകാരെല്ലാം ഇന്ന് വളരെ നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ കൂടെ ഈ പറയുന്ന വെയിറ്റേജ് സ്റ്റോക്കുകളെ കൂടെ നിങ്ങൾ നോക്കുക. അതിനുശേഷം അതിനനുസരിച്ച് ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിന്ന് മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഇന്ന് പോസിറ്റീവായിട്ട് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തേക്കും. ഓക്കെ, 180 പോയിൻറ്റ് നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പം മിഡ് ക്യാപ്പ് എന്ത് ചെയ്തു, പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നമ്മുടെ ഈ ലൈൻ, ഈ ബ്ലൂ ലൈൻ 13.63 എന്നുള്ള ബ്ലൂ ലൈൻ വളരെ ശക്തമായ ഒരു ലൈന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം വന്ന് തട്ടി ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. ഇതിൻ്റെ കാര്യം എന്താണ് ഇത് താഴോട്ട് പോകാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം HDFC AMC പൊട്ടിയായിരുന്നു, 5% പൊട്ടിയായിരുന്നു അല്ലേ. അതിനനുസരിച്ച് ഇതും പൊട്ടിയായിരുന്നു. അതിനുശേഷം ഇന്ന് അതൊന്ന് സസ്റ്റെയിൻ ചെയ്തു. സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് വേറെ പൊട്ടാനൊന്നും തുടങ്ങുമൊന്നും ഇല്ലായിരുന്നു. BSE നോക്കിക്കേ പൊട്ടിയില്ല. ഹീറോ മോട്ടോകോപ്പ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഡിക്സൺ പോസിറ്റീവായിരുന്നു. ഈ പറഞ്ഞ എല്ലാവരും കോഫോർജ് പോസിറ്റീവായിരുന്നു, കുമിൻസ് പോസിറ്റീവായിരുന്നു, എല്ലാവരും പോസിറ്റീവായിരുന്നു. അപ്പോൾ ആ പോസിറ്റീവ്നെസ് ആണ് എന്ത് ചെയ്ത് ഈ മിഡ് ക്യാപ്പ് നിലനിർത്തിയത്. അവിടെ പൊട്ടാനും മാത്രം വേറെ സംഭവവികാസങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളെപ്പോഴും ചിന്തിച്ചോണം നിഫ്റ്റി വീഴുമ്പോൾ മിഡ് ക്യാപ്പ് വീഴണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്നുള്ളതിന് പ്രത്യേക ഒരു സ്പെഷ്യൽ എക്സാമ്പിളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ എപ്പോഴും അതാത് വെയിറ്റേജ് സ്റ്റോക്കുകൾ നോക്കി മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ പറയാൻ. അപ്പോൾ നാളെ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഇന്ന് വൈകുന്നേരത്തെ ഗ്ലോബൽ മാർക്കറ്റിലൂടെ ഒക്കെ നോക്കിയിട്ട് മാത്രമേ, ഇപ്പം നോക്കി കഴിഞ്ഞാൽ പിന്നെ ഡൗ ജോൺസ് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേങ്കിൽ ഇപ്പം വേണ്ട വീണ്ടും ഇവിടെ 236 പോയിൻ്റ് ഏകദേശം ഡൗ ജോൺസ് 200 പോയിൻ്റ് പോസിറ്റീവിലാണ് ഓടുന്നത്. ഓക്കെ, അതേസമയം നാസ്ഡാക്ക് പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തുവാണ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇതൊക്കെ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. പക്ഷേങ്കിൽ അത്ര വലിയ ഒരു ചാനലിൽ കൂടെയാണ് ഇത്. ഇന്നലെ മുതലേ ഉള്ളൊരു ചാനലാണ് അത്, കണ്ടോ. ഇന്നലെ മുതലേ ഉള്ളൊരു ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാനലായി കാണുന്നത്. ഈ ചാനലിനകത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ താഴോട്ട് വീണോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് മുകളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് ഈ 26,067 കട്ട് ചെയ്ത് മുകളിൽ പോയെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യമാണ് പറയുന്നത്, എല്ലാം നമുക്ക് ചാർട്ടാണ്. 26,067 കട്ട് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു അപ് ട്രെൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതനുസരിച്ച് നമുക്കും കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നാളെ സംഭവിക്കുന്നുള്ളത് നാളെ നേരം വിളിക്കുമ്പോഴേ അറിയത്തുള്ളൂ. രാത്രിയിലത്തെ ഗിഫ്റ്റ് നിഫ്റ്റി ADR ഒക്കെ നിങ്ങൾ നോക്കുക, എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നാളെ കൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഗ്രൂപ്പ്. അതിന് ശേഷം പുതിയ ഗ്രൂപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.